ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നമ്മുടെ എല്ലാം ആൻഡ്രോയിഡ് ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫീച്ചറാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഡെവലപ്പർ ഓപ്ഷൻസ് എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. ഈ ഒരു ഫീച്ചർ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഹൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് എങ്ങനെ എനേബിൾ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതോടൊപ്പം ഈ ഡെവലപ്പർ ഓപ്ഷൻസിൽ നമുക്ക് എന്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് അവിടെ നിന്നും എബൌട്ട് ഫോൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ബിൽഡ് നമ്പറിൽ ഒരു 7 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. അങ്ങനെ 7 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻസ് നിങ്ങളുടെ ഫോണിൽ എനേബിൾ ആയി വരുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫോണിനകത്ത് നോ നീഡ് ഫോർ ടാപ്പിംഗ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ അവിടെ യു ആർ നൗ 2 steps away, 3 steps away എന്നൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ 7 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലും ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ആവുന്നതാണ്. ഇനി നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മേജർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പരിചയപ്പെടാം. ഡെവലപ്പർ ഓപ്ഷൻസിൽ വരുന്ന ഫസ്റ്റ് ഒരു ഫീച്ചറാണ് സ്റ്റേ എവേക്ക് എന്ന ഫീച്ചർ. ഈ സ്റ്റേ എവേക്ക് എന്ന ഫീച്ചറിന്റെ ഗുണം എന്തെന്നാൽ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ ഒരിക്കലും സ്ക്രീൻ ഓഫ് ആവില്ല. അതായത് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് എന്തെങ്കിലും പരിപാടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരിക്കലും നമ്മുടെ ഫോൺ കീപാഡ് ലോക്ക്, അതായത് സ്ക്രീൻ ഓഫ് ആയി പോവില്ല. ഇനി രണ്ടാമത്തെ ഫീച്ചറാണ് ഷോ ടാപ്സ് എന്ന ഒരു ഫീച്ചർ. ഈ ഫീച്ചറിന്റെ ഉപയോഗം എന്തെന്നാൽ നമ്മൾ അത് ഓൺ ആക്കിയിട്ടിട്ട് എവിടെയൊക്കെ സ്ക്രീനിൽ തൊട്ടാലും അവിടെയെല്ലാം നമ്മുടെ പോയിന്റർ നമ്മൾ എവിടെയാണ് തൊടുന്നത് അവിടെ ഒരു വെള്ള വട്ടം കാണിക്കും. നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്ക് യൂസ്ഫുൾ ആണ്. മിക്ക സ്ക്രീൻ റെക്കോർഡർ ആപ്പിൽ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി അഥവാ ഈ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഡെവലപ്പർ ഓപ്ഷൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ ഞാൻ നിങ്ങളോട് പറയാം. അതാണ് സെക്കൻഡറി ഡിസ്പ്ലേ എന്ന ഫീച്ചർ. ഈ ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് മറ്റൊരു സെക്കൻഡറി ഡിസ്പ്ലേ നമുക്ക് ഓൺ ചെയ്തിടാൻ കഴിയും. ഈ ഡിസ്പ്ലേ അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അതേപോലെ പ്രോഗ്രാം ചെയ്യുമ്പോഴൊക്കെ മറ്റൊരു ഡിസ്പ്ലേയിൽ എങ്ങനെ നമുക്കത് കാണാൻ കഴിയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സെക്കൻഡറി ഡിസ്പ്ലേ നമുക്ക് പല റെസൊല്യൂഷനിൽ ഓൺ ചെയ്തിടാം. 480p ഉണ്ട്, 720p ഉണ്ട്, 1080p ഉണ്ട്. ഇങ്ങനെ പല റെസൊല്യൂഷൻ നമുക്ക് ഓൺ ചെയ്തിടാം. അതാകുമ്പോൾ ആ റെസൊല്യൂഷനുള്ള മറ്റ് ഫോണുകളിൽ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങും അതേപോലെ പ്രോഗ്രാമിങ്ങും ഒക്കെ അപ്പിയർ ആവുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി ഡെവലപ്പർ ഓപ്ഷൻസിലെ മറ്റൊരു ഫീച്ചറാണ് റണ്ണിങ് സർവീസസ് എന്നൊരു ഫീച്ചർ. ഈ ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൽ സിസ്റ്റത്തിൽ ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ആപ്പുകൾ, അതായത് നമ്മുടെ റാം ഇപ്പോൾ യൂസ് ചെയ്ത് റൺ ആവുന്ന ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ കാണാൻ കഴിയും. നമ്മുടെ ഓരോ ആപ്ലിക്കേഷനുകളും റാമിൽ നിന്നും എത്രയാണ് എടുക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും. വേണമെങ്കിൽ അവയെ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് കളയാനും നമുക്ക് അവിടെ നിന്ന് സാധിക്കുന്നതാണ്. പലപ്പോഴും ഇങ്ങനെ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫോണിന്റെ പ്രവർത്തനത്തെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫീച്ചർ ശ്രദ്ധിച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ അടുത്തൊരു ഫീച്ചറാണ് ആനിമേഷൻ സ്പീഡ് കൺട്രോൾ എന്നൊരു ഫീച്ചർ. ഈ ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിന്റെ ആനിമേഷനുകൾ 3 തരത്തിലുള്ള ആനിമേഷനുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. വിൻഡോ ആനിമേഷൻ സ്പീഡ്, ട്രാൻസിഷൻ ആനിമേഷൻ സ്പീഡ്, അതേപോലെ ആനിമേറ്റർ ആനിമേഷൻ സ്പീഡ്. ഇവ 3 നമുക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. വിൻഡോ ആനിമേഷൻ സ്പീഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വിൻഡോയിൽ നിന്ന് മറ്റൊരു വിൻഡോയിലേക്ക് നമ്മുടെ ഫോണിൽ നിന്ന് പോകുമ്പോഴുള്ള ഒരു സ്പീഡ്. ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ നമ്മുടെ ഫോണിൽ എപ്പോഴെങ്കിലും ട്രാൻസിഷൻ, നമ്മുടെ എഡിറ്റിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും ട്രാൻസിഷൻ ഒക്കെ ഇടുന്നത്. അതേപോലെ നമ്മുടെ ഫോണിൽ ട്രാൻസിഷനുകളുണ്ട്, അതിന്റെ സ്പീഡാണ് ട്രാൻസിഷൻ ആനിമേഷൻ സ്പീഡ്. അതേപോലെ ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എപ്പോഴൊക്കെ ലോഡിങ് വരുന്നു, അതായത് കറക്കം എപ്പോഴൊക്കെ വരുന്നു അവിടെ ആ കറക്കത്തിന്റെ സ്പീഡാണ് ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ. നമ്മുടെ ഫോൺ മേടിക്കുമ്പോൾ തന്നെ ഇവയെല്ലാം 1x കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇത് കുറയ്ക്കുന്നത് നമ്മുടെ ഫോൺ സ്പീഡാക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ഫോൺ ഒന്നുകൂടെ സ്പീഡായി നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞാൽ തോന്നുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഡെവലപ്പർ ഓപ്ഷൻസിൽ എനിക്ക് മേജറായിട്ട് തോന്നിയ നല്ല നല്ല ഫീച്ചറുകൾ. അപ്പോൾ ഇനിയും ഡെവലപ്പർ ഓപ്ഷൻസിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. അപ്പോൾ അവയൊന്നും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എടുത്തു പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും കമന്റ് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ ആ ഫീച്ചേഴ്സും പറഞ്ഞു തരാവുന്നതാണ്. ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ വേണമെന്നുള്ളവർ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ മിസ്റ്റർ ഡി സൈനിങ് ഔട്ട്.